ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. ദി ആരാമം റെസ്റ്റോറൻറ്റിൽ പോകുന്ന വഴിക്ക് ഫ്രെയിമൊക്കെ കണ്ടങ്ങ് പോയി. അവിടെ ചെന്ന് നല്ല കള്ളപ്പവും ചിക്കൻ സ്റ്റൂ അടിച്ച് കയറ്റി. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് പാലമിൻ്റെ വ്യൂ കാണാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുന്നതിന് മുന്നേ വേറൊരു റൂഫ് ടോപ്പിൽ കയറി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അത് ആസ്വദിച്ച് ഞങ്ങളിത് പ്രൈം ടവറിൻ്റെ അങ്ങോട്ട് പോയി. പ്രൈം ടവറിൻ്റെ അവിടെ ലെവൽ 2-ലാണ് ചെല്ലേണ്ടത്. അവിടെ ചെന്നിട്ട് 52nd ഫ്ലോറിൽ ആൻഡ് 54th ഫ്ലോറിലും പോയി കാണാം. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. കാരണം 4:30-ആയിരുന്നു അടുത്ത അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. എന്തിനോ വേണ്ടി പിണങ്ങി നടക്കുന്ന ഈതന് സാറെയാണ് നിങ്ങൾ കാണുന്നത്. വണ്ടി കയറിയപ്പോഴും അച്ചാച്ചൻ കാണിക്കുന്ന പോലെ സാറാമും കാണിച്ച് രണ്ടുപേരും ഭയങ്കര പിണക്കത്തിലാണ്. എന്താണെങ്കിലും പാലം കണ്ടിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തതായിട്ട് എയിൻ ദുബായിലോട്ട് പോയി. അവിടുത്തെ ജയൻറ്റ് വീലിൽ കയറി ഫുൾ കാഴ്ചകളൊന്ന് കാണാമെന്ന് കരുതി. ദ വാർഫ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം പോയി കാണാമെന്ന് വിചാരിച്ചു. ഇത് തുടങ്ങിയ വർഷവും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് തിരക്കായതുകൊണ്ട് കയറിയില്ല കേട്ടോ. ഭയങ്കര സെറ്റപ്പാണ്. കുറേ കടമ്പുകളൊക്കെ കറങ്ങി അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇതെൻ്റെ കുട്ടി സൂപ്പർ വുമണും അതിൻ്റെ പുറകിൽ ഇതേ സൂപ്പർമാനും നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ എന്താ പറയുക ജയൻറ്റ് വീലിൽ കയറാനായിട്ട് നിൽക്കുന്നു. ഒരു ജയൻറ്റ് വീലിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാട്ടോ. ആക്ച്വലി ഒത്തിരി പേർക്ക് സ്ഥലമുണ്ട്. ബട്ട് ലക്കിലി ഞങ്ങൾക്ക് 4 പേർക്ക് കൂടിയും ഒരു ഫുൾ ക്യാബിനായിട്ട് കിട്ടി. അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. സാറാമ്മ ഇച്ചിരി പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒന്നും പേടിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ 4 പേരും കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ പോകുന്നത്. നല്ല രസമാണ് വ്യൂ കാണാനായിട്ട്. ഇച്ചിരി പൊങ്ങിയതിന് ശേഷമുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇനി ഫുൾ മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഫുൾ മുകളിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡോളം അവർ നിർത്തിയിടും കേട്ടോ. നമുക്ക് ഫുൾ കാഴ്ചകൾ കാണാനായിട്ട് 360 ഡിഗ്രിയിൽ നടന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ച് നമുക്ക് തന്നെ ഉള്ളതുകൊണ്ട് ഈ ക്യാബിൻ ഉള്ളതുകൊണ്ട് സൂപ്പറായിരുന്നു. ഇതേ കാണുന്ന എല്ലാം JBR ആണ്. അവിടുത്തെ ഹോട്ടലുകളും അവിടുത്തെ പ്രൈവറ്റ് ബീച്ചസുമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ പാമിൻ്റെ വ്യൂ കാണാൻ പറ്റും. അതൊരു സെറ്റപ്പ് സംഭവമായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി മുകളിൽ നിന്ന് കാണാൻ ആഗ്രഹിച്ച് സൈഡിൽ നിന്ന് കാണേണ്ടി വന്നു. ബട്ട് സാറാമ്മു ഇതിങ്ങനെ ഇടയ്ക്ക് പോയി നോക്കും. അത് കഴിഞ്ഞിട്ട് പേടിയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരുമായിരുന്നു. ഇതാണ് ദ പാമിൻ്റെ വ്യൂ കണ്ടോ. അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കാണാൻ. ആക്ച്വലി ഞാൻ പിള്ളേരെ കാണിക്കാനാണ് മെയിനായിട്ടും വന്നിരുന്നത്. കാരണം ഈതനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഹണിമൂൺ ടൈമിൽ വന്ന് കണ്ട കാര്യങ്ങളാണിതൊക്കെ. ഞങ്ങൾ ജയൻറ്റ് വീലിൽ നിന്ന് ഇറങ്ങി താഴത്ത് ഞങ്ങളെയും കാത്ത് ബിബിനും സിജീനയും ഉണ്ടായിരുന്നു കേട്ടോ. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ കളികളൊക്കെ ഉള്ളതുകൊണ്ട് ഈതൻ്റെ സാറോട് താറാവിനെ പിടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 4 താറാവിനെയും പിടിച്ച് മാർക്കും അതിൻ്റെ അകത്ത് പോയിൻറ്റ്സൊക്കെ കിട്ടി. സാറാകുമ്പോൾ ടെഡിബെയറാണോ റാബിറ്റാണോ അതിനെ ജയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടുത്തെ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ്റെ എന്തോ കറി എൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. പിന്നെ നല്ല അടിപൊളി ഗാർലിക് നാനും മേടിച്ച് കഴിച്ചു കേട്ടോ. യമ്മിയായിരുന്നു. സത്യമായിട്ടും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കോട്ടയ്ക്കൽ അവൽ മിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ കടയുടെ അകത്ത് അവൽ മിൽക്ക് മേടിക്കാനായിട്ട് പോയി. ആക്ച്വലി അത് ജെൻസ് മേടിച്ചത് ഓറിയോയുടെ ഫ്ലേവറും പിന്നെ നട്ട്സ് ഇട്ടതുമായിരുന്നു. യമ്മിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി ഞങ്ങൾ പള്ളിയിൽ പോകാമെന്ന് കരുതി ഞങ്ങൾ ഇവിടുത്തെ ഊത്ത് മേത്തയിലെ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അങ്ങോട്ട് പോയി. ഇതാണ് സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച്. ഇത് ഭയങ്കര ഒരു നല്ല കാഴ്ചയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മാതാവും മോസ്കും അടുപ്പിച്ച് ഇത് കണ്ടോ. പള്ളി നിറയെ ആളുകൾ കേട്ടോ. എന്ത് രസമല്ലേ. ഇത്രയും മനുഷ്യർ ഞാൻ പള്ളിയിൽ കണ്ടിട്ട് കാലം മറന്നു. ആക്ച്വലി ഇത് ഫുള്ളായിരുന്നു പള്ളി. അങ്ങനെ അവർ ഹോളി മാസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര എന്താ പറയുക നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. ഈ നിൽക്കുന്ന ക്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരി കത്തിക്കാനുള്ള ക്യൂ ആട്ടോ. നല്ലൊരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളും ക്യൂ നിന്ന് തിരിയൊക്കെ കത്തിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നാട്ടിലെ വൈബ് തന്നെ. പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ സഭക്കാരുടെയും ഉണ്ട്. അത് കഴിഞ്ഞതേ ഞങ്ങൾ വീണ്ടും എയിൻ ദുബായിലോട്ട് പോയി. അവിടെ ആക്ച്വലി ഞങ്ങൾ പോയത് ദ്രോൺ ഷോ കാണാനായിരുന്നു. പക്ഷേ ഇന്നത്തെ വെതർ അതായത് ഈ ദ്രോൺ ഷോയ്ക്ക് ഫേവറബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അത് നടന്നില്ല.
നൈറ്റിൽ ജയൻറ്റ് വീൽ കാണാൻ വേറൊരു ഭംഗിയായിരിക്കും. ഐ ഹോപ്പ് അവരുടെ ആ വ്യൂ അടിപൊളിയായിരുന്നു. വേറൊരു വ്യൂ ആയിരുന്നു രാത്രിയിൽ. അവിടെ പിന്നെ വേറൊരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു ½ ഷോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലായത്തോളം ഒരു 4 എലമെൻസിൻ്റെ ഷോ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതും കുറച്ച് ലേസർ എന്താ പറയുക ലൈറ്റുകളൊക്കെ ആയിട്ട് കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. പിള്ളേരും ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഇതാണ് ആ JBRൻ്റെ അല്ല, സോറി, അലൈന്ന് JBRിലോട്ടുള്ള വ്യൂ. എന്ത് രസമല്ലേ, നല്ല രസമല്ലേ രാത്രി. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം വീണ്ടും വീട്ടിലോട്ട് മടങ്ങി. ഈ കാണുന്ന വ്യൂ ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വ്യൂ ആട്ടോ. രാത്രി ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് കണ്ടോ, ബുർജ് ഖലീഫയും ഫ്രെയിമും. ഓ, അടിപൊളിയാട്ടോ ഈ വ്യൂ കാണാനായിട്ട്. ഇത് ഒരു കിടുക്കാച്ചി സംഭവം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് പോയി. നാട്ടിൽ ഇന്ത്യൻ കോഫി ഹൗസായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. അവിടെ പോയി ഞങ്ങൾ ബീഫ് ഫ്രൈ, പിന്നെ കോഴി വറുത്തരച്ച കറിയായിരുന്നു തോന്നുന്നു, പത്തരി, പിന്നെ ചായ കുടിച്ച് മടുത്തു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കൊതിയാണ്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ലോലിപോപ്പും മേടിച്ചായിരുന്നു. ചിക്കൻ കറി, വറുത്തരച്ച കറി, ബീഫ് ഫ്രൈ, പിന്നെ എഗ്ഗപ്പം. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് തിരിച്ചു വന്ന് വാവച്ചു. ഇന്നത്തെ ദിവസത്തെ ഒരു റീക്യാപ്പാണ്. നല്ലൊരു ഡേ ആയിരുന്നു ബിബിനും സിജീനയായിട്ട്. പിള്ളേർക്ക് വരാൻ പറ്റിയില്ല, ബട്ട് അത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ എന്താ പറയുക ടാലി ചെയ്യുന്നതായിരിക്കും. അവരുമായിട്ടൊരു അടിപൊളി ഡേ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ ഗൈസ്.